ഹലോ സരിത മാം, വെൽക്കം ടു VMC മലയാളം. മാഡം മെഡിറ്റേഷനിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റം ഉണ്ടായി മാഡത്തില്? ആദ്യം തന്നെ പത്രിജിക്കും സീമാജിക്കും സകല ഗുരുപരമ്പരകൾക്കും എന്റെ ആത്മപ്രണാമം നന്ദി അറിയിക്കുന്നു. VMCയിലും സീമാജിയുടെ വീഡിയോസുകളും ഇതൊക്കെ കേട്ടതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ, പറയാൻ പറ്റാത്തത്ര മാറ്റങ്ങളാണ്. ഇനി കരയാൻ മാത്രം അറിയണതായിരുന്നു ഞാൻ, ഇപ്പൊ ചിരിക്കാൻ മാത്രം അറിയുള്ളൂ. അത്രയും സന്തോഷമാണ് എനിക്ക്. എത്ര കാലമായി ധ്യാനത്തിലേക്ക് വന്നിട്ട്? 8 മാസം. 8 മാസം. എത്ര സമയം ധ്യാനം ചെയ്യാൻ പറ്റുന്നു? ഫസ്റ്റിലൊക്കെ ഞാൻ 3 മണിക്കൂർ വൈകിട്ട് ഇരിക്കായിരുന്നു, രാവിലെ ഒരു 2 മണിക്കൂറൊക്കെ ഇരിക്കായിരുന്നു. ഇപ്പൊ വീട്ടില് സാഹചര്യങ്ങൾ കുട്ടികളൊക്കെ കൂടുമ്പോ അതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ രാവിലെ ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന സമയം ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് തടസ്സങ്ങള്, നമുക്ക് പരീക്ഷണങ്ങള് ശക്തി കൂടുന്തോറും മാറ്റങ്ങൾ വരുന്നതോറും കൈ കഴിക്കണ്, കാല് കഴിക്കണ്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇത് VMCയില് വന്ന് ധ്യാനം ചെയ്തു തുടങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ. എന്തൊക്കെ മാറ്റങ്ങൾ? ശ്വാസമുട്ട്, തൈറോയിഡ്, ബ്ലീഡിങ് എല്ലാം ഇപ്പൊ ഒന്നുമില്ല. എല്ലാത്തിനും മരുന്ന് കഴിച്ചായിരുന്നു ഞാനാ. ഇപ്പൊ ഒന്നിനും മരുന്ന് കഴിക്കണില്ല. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളിൽ ഹസ്ബൻഡിന് നല്ല മാറ്റമുണ്ട്. നല്ല സ്നേഹം, നല്ല ഇത്, മക്കൾക്കായാലും പഠിക്കണത് ഒരു തടസ്സമില്ല. VMCയിൽ ഇത് ധ്യാനം ചെയ്ത് തുടങ്ങിയ പിന്നെ എന്ത് കാര്യം നമ്മള് വിചാരിച്ചാലും തടസ്സം, വലിയ വലിയ കാര്യങ്ങളല്ല, നമുക്ക് നല്ലത് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഫുള്ള് ഒരു തടസ്സമില്ലാത്ത രീതിയിൽ നടന്നു പോകും. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, അവിടെ എല്ലാവരും നല്ല സ്നേഹം, വീട്ടിലും നല്ല സ്നേഹം, എന്താ പറയാൻ പറ്റാത്ത സ്നേഹം മാത്രമുള്ളൂ എല്ലാവർക്കും നമ്മളോട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതെ, ധ്യാനത്തിലൂടെ നമ്മളിൽ മാറ്റം വന്നപ്പോ എല്ലാവരിലും മാറ്റം വന്നു അല്ലെ? പിന്നെ ഇപ്പൊ ഡോക്ടർക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ഇത്രയും കാലം രോഗങ്ങളും അതും ഇതൊക്കെ പറഞ്ഞിരുന്ന ഇപ്പോഴും അസുഖങ്ങൾ വയ്യാന്ന് പറഞ്ഞ ആള് ഇപ്പൊ വയ്യാന്നേ പറയണില്ല. ആര്? താങ്കള് അല്ലെ? സരിത പറയുന്നില്ല വയ്യാന്നുള്ളത്. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായോ എന്താണ് ഇപ്പൊ ഇതിന് മരുന്നൊന്നും കഴിച്ചിട്ടല്ല ഈ മാറ്റം ഡോക്ടർക്ക് അറിയാം. അല്ലെങ്കിൽ സാമ്പിളുകളൊക്കെ കിട്ടിയത് വേദനയൊക്കെ എനിക്ക് എടുത്ത് തരുന്നു. ഇപ്പൊ ഞാനതൊന്നും ചോദിക്കണില്ല. അപ്പൊ പേഷ്യൻസിനോട് ഡോക്ടർ തന്നെ പറഞ്ഞു തുടങ്ങി, ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ. ഡോക്ടർ ബ്രാഹ്മണനാണ്, ഇറച്ചി മീനൊന്നും. പക്ഷെ ആള് വരുന്നവരോടൊന്നും നോൺ ഉപേക്ഷിക്കാൻ ആള് പറയില്ല. പക്ഷെ സരിതയിലെ മാറ്റം കണ്ടിട്ട് എല്ലാരും ധ്യാനം ചെയ്യണമെന്ന് പറയുന്നില്ല. എല്ലാവരും വരും, എന്നോട് ചോദിക്കും ഇതെന്താ അത്രയ്ക്കും ഹാപ്പി ആയിരിക്കാൻ എന്താ അത്ര ഇതെന്ന് ചോദിക്കും. എല്ലാവരും എന്നോട് ഇതൊക്കെ വീഡിയോസ് ഒക്കെ ഞാൻ അയച്ചു കൊടുക്കും. എല്ലാവരും ഇരിക്കാന്നൊക്കെ പറഞ്ഞു പോകും. കുറെ പേര് ഇരിക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ ചിലരൊക്കെ ഈ വിട്ടുപോകും. എന്താ വെച്ചാൽ അവര് മാംസം അതൊക്കെ കഴിക്കണം എന്നുള്ള ഒരാഗ്രഹം വരുമ്പോ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറെ പേര് വന്ന് എന്നോട് അവരോടന്നെ ഫുള്ള് വരുന്നവര് ഫുള്ള് പറയും, എന്താത്ര സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞതായോ ഇതിന്റെ രഹസ്യം, ഇത്രയും സുന്ദരിയും ഹാപ്പി ആയിരിക്കാൻ. ഞാൻ ആകെ ഒരു നനഞ്ഞ മട്ടായിരുന്നു ഇതിനു മുന്നേ. അപ്പൊ പറഞ്ഞോ ഒരേ ഒരു മെഡിസിനുള്ള മെഡിറ്റേഷനാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ധ്യാനം ചെയ്യണം, നല്ല ഹാപ്പി ഒക്കെ ആവണം. പക്ഷെ നോൺ വെജ് ഉപേക്ഷിക്കാൻ വയ്യ, കുറെ സമയം ധ്യാനം ചെയ്യാൻ വയ്യ. ധ്യാനം ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല, അവർക്ക് ഈ നോൺ ഉപേക്ഷിക്കാനാണ് പറ്റാത്തത്. അതാണ്. അതെ, സമയം വരൂലേ? സമയം വരും. പിന്നെ ഇപ്പൊ ഡോക്ടർ തന്നെ എല്ലാവരോടും മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുമ്പോ അതൊരു നല്ലൊരു കാര്യല്ലേ? അതിന് സരിത ഒരു മഹാകാരണമായില്ലേ? സരിതയുടെ എനർജി, സരിതയിൽ വന്ന മാറ്റങ്ങള്, അതൊക്കെ ഡോക്ടർ വിശ്വസിച്ചില്ല. അദ്ദേഹം ധ്യാനം ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹം ധ്യാനത്തിൽ ഇത്രയും പവർ ഉണ്ട് എന്നുള്ള ഒരു പ്രസ്തുത സാക്ഷിയല്ലേ സരിത? മുൻപത്തെ ഡോക്ടർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊടുത്തു. മാഡത്തിന്റെ ചേച്ചിയൊക്കെ ആചരിക്കുന്നുണ്ട് തോന്നുന്നത്. സീമാജിര വീഡിയോസ് ഒക്കെ കേൾക്കുന്നതാണ്. അവര് പുറത്താണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ എന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച്, എന്റെ വിഷമങ്ങളൊക്കെ ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് മാഡം എന്നെ വിളിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് വിഷമങ്ങളൊന്നും ഇല്ല മാഡം പറയാനായിട്ട് എന്ന് പറഞ്ഞപ്പോ എന്തെന്ന് വെച്ചപ്പോ ഞാനിങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അപ്പൊ അതെനിക്ക് അയച്ചതായോ എന്ന് പറഞ്ഞു. മാഡം ചെയ്തു തുടങ്ങി, പിന്നെ എന്തോ മുടക്കി. അതാണ്. എല്ലാവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഇപ്പോ സരിത ഇത്രയും തിരിച്ചറിവുകളോടെ ആനന്ദത്തോടു കൂടി ഇരിക്കണമെങ്കിൽ തിരിച്ചറിവുകൾ വേണം. പിന്നെ തിരിച്ചറിവുകളെ ഉൾക്കൊള്ളാൻ സാധനയിലൂടെ ആർജിച്ച ശക്തി വേണം ആചരിക്കാൻ. അപ്പോ ഈ തിരിച്ചറിവുകളൊക്കെ ഉണ്ടായത് VMCയിലെ വീഡിയോസ് കേട്ടിട്ടാണോ? പറയാനുണ്ടോ? സമയം കിട്ടുമ്പോഴും ഞാൻ എന്ത് ചെയ്യും, പേഷ്യൻസ് കുറയുന്ന സമയത്തൊക്കെ
ഇത് വെച്ച് വീഡിയോസുകൾ പരമാവധി കേൾക്കാൻ പറ്റുന്നത് ആ. കേട്ട തന്നെ കേട്ടുകൊണ്ടിരിക്കും. എനിക്ക് ഞാൻ സീമാജി പറയുന്നത് ഫുള്ള് ആചരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഫുള്ള് ആചരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോരം സന്തോഷം, എന്തോരം ഇതുണ്ടാവുന്നതാണ്. കുറച്ച് ആചരിക്കുമ്പോ തന്നെ ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ. അപ്പൊ എനിക്കിപ്പോ ഒരു പ്രാർത്ഥനയുള്ളത് എന്തിട്ടെന്നറിയോ, സീമാജി പറയണ മാതിരി ഫുള്ള് ആചരിക്കാൻ പറ്റണേന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രാണ് ഉള്ളത്. താങ്ക് യു ബേബി, ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാരോടും ധ്യാനം ചെയ്യാൻ പറഞ്ഞോളൂ. പറയുന്നുണ്ട്, അല്ലേ വരുന്നവരോട് ഫുള്ള് പറയുന്നുണ്ട്. അവരൊക്കും സമ്മതമൊക്കെയാണ്, അവരുടെ സമയമായിട്ടില്ലായിരിക്കും. അതെ, സമയമായി കഴിഞ്ഞാൽ എല്ലാവരും വരും. പക്ഷെ പറയാന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടി അല്ലേ. താങ്ക് യു സരിത. സരിതയെ കാണാൻ കഴിഞ്ഞതൊക്കെ ഒരുപാട് നന്ദി. സീമാജി എന്നെ കാണാനും നന്ദി പറയാൻ കഴിഞ്ഞത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യാണ്. ഞാൻ ആ ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ പറ്റാത്ത എന്റെ വിഷമത്തിലായിരുന്നു. ഇപ്പൊ എന്റെ വിഷമം മാറിയത് അതുകൊണ്ടാണ് ഓടി പഠിച്ചു വന്ന്. ഇന്ന് തന്നെ നോക്കൂ, എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഏങ്ങി വലിച്ച് എനിക്ക് ശ്വാസം കിട്ടില്ല. അതുമാതിരി സ്റ്റോക്ക് എടുത്തിട്ടേ അങ്ങനെ വരുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അത് ഇപ്പൊ കഴിയേണ്ടതല്ല. ഇപ്പൊ ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ സ്റ്റോക്ക് എടുത്ത് ഫുള്ള് കഴിഞ്ഞിട്ടാണ് സീമാജിയുടെ അടുത്ത് ഓടി വന്നത്. അപ്പൊ ഇത്രയും ഉഷാറ് സംസാരിക്കാൻ പറ്റാതെ ഞാനാണ്. അതെ, അതാണ് ധ്യാനത്തിന്റെ പവർ അല്ലേ. താങ്ക് യു സരിത, താങ്ക് യു സോ മച്ച്. ഒരുപാട് പേരിലേക്ക് ഇതെത്തട്ടെ, ഒരുപാട് പേരിൽ ദിവ്യമായിട്ടുള്ള പരിവർത്തനങ്ങൾ സംഭവിക്കാൻ കാരണമാവട്ടെ സരിതയുടെ ഈ വാക്കുകൾ. താങ്ക് യു, ലവ് യു ബേബി. താങ്ക് യു.